ഫ്രാൻസിസിൻ്റെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആഗോള കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് നമ്മുടെ മാർപ്പാപ്പ ലയോ 14-ാമൻ പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയിൽ ഏതാനും ദേവാലയങ്ങൾ പൂർണ്ണ ദണ്ഡവിമോചനത്തിൽ പ്രാപിക്കാവുന്ന ദേവാലയങ്ങളായിട്ട് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മുടെ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ചാപ്പൽ. ഇന്ന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ചാപ്പലിൽ ജൂബിലി കവാടം തുറക്കുകയാണ്. അതിനോടനുബന്ധിച്ച് LF കോളേജിൽ നിന്ന് ഒരു പ്രാർത്ഥനാ റാലിയായി ദൈവജനം മുഴുവൻ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ചാപ്പലിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനാ റാലിയിലൂടെ ലോകം മുഴുവൻ പ്രത്യേകമായ യുദ്ധത്തിൻ്റെ ഭീഷണികളും കെടുതികളുമൊക്കെ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാന ദൂതനായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വലിയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മളിവിടെ ജൂബിലി കവാടത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇന്ന് വളരെ വലിയ ഒരു ദിനമാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ലോകത്തിന്റെ ആധ്യാത്മിക ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് ഈ ഫ്രാൻസിസ് അസിസിയുടെ 800-ാം വർഷ ആചരണത്തിന്റെ ഒരുക്കവും അതിന്റെ കൃതജ്ഞതയുമായി നമ്മൾ നടത്തുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര. ഫ്രാൻസിസ്കൻ സാഹോദര്യവും അരൂപിയും കൂടുതലായി ഉൾക്കൊണ്ടുള്ള അദ്ദേഹത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സമാധാനം സ്ഥാപിക്കണമേ എന്നുള്ളത് വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഇടയിൽ ഇന്ന് ഈ രൂപം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ലോക സമാധാനമായിട്ട് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വലിയൊരു ആത്മീയ അനുഗ്രഹം ഈ പുണ്യപുരുഷന്റെ 800-ാം വർഷാചരണത്തിലൂടെ ലഭിക്കുകയാണ്. സഭാപിതാവ് ലയോ 14-ാമൻ മാർപ്പാപ്പ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന വലിയ ആധ്യാത്മിക ആനുകൂല്യം പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയങ്ങളിലെ കവാടങ്ങളിലൂടെ കടന്ന് പ്രാർത്ഥിച്ച് സമനിഷ്ഠയോടുകൂടി ആധ്യാത്മിക അരൂപിയോട് കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ആ വലിയ അനുഗ്രഹം, ആ സ്പിരിച്വൽ ഫേവർ, അത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഈ തിരുസ്വരൂപത്തിന്റെ അനുഗ്രഹങ്ങൾ, ഈ വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അവർക്ക് ലഭ്യമാകട്ടെ. സമാധാനത്തിലാണ് നമുക്ക് ആഗ്രഹിക്കാം. പരസ്പരം പ്രിയത്തിൽ നമ്മൾ സമാധാനമുള്ളവരായി പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുസഭയാം ദേവാലയം പണി ചെയ്തുയർത്തിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹ സാക്ഷി ക്രൂശിതനെ വാരി ഉണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ. വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹ സാക്ഷി ക്രൂശിതനെ വാരി ഉണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ.